ജീവന്റെ മാർഗത്തിലേക്ക് പോകാനുള്ള കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത് ജീവന്റെ മാർഗത്തിൽ നമ്മൾ എത്തണം, സത്യത്തിൽ നമ്മൾ എത്തണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം ഉള്ളത് കൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ രീതിയിൽ പോയാൽ, ലോകത്തിൻ്റെ രീതിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജീവന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ആ ജീവന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ വളരെ ഉത്സാഹിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. മത്തായി 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വിളിക്കുന്നതല്ല, കർത്താവിനെ വിളിക്കുന്നതല്ല, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമ്മൾ സ്വർഗരാജ്യത്തിൽ കടക്കത്തക്കവണ്ണമാണോ നമ്മുടെ ജീവിതം, അതോ മനുഷ്യരുടെ മുമ്പിലുള്ള ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? നമ്മൾ സ്വർഗരാജ്യത്തിൽ കടക്കത്തക്കവണ്ണം കർത്താവിൻ്റെ വഴിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാനല്ല നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിനെ ഇഷ്ടം ചെയ്ത് ആ രക്ഷയിൽ നമ്മളായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് തടസ്സങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാകും. ലോകം നമുക്ക് എതിരായിരിക്കും, നമ്മുടെ കൂട്ടുകാർ നമുക്ക് എതിരായിരിക്കും, സ്വന്തം വീട്ടിലുള്ളവർ വരെയും എതിരായിരിക്കാം. അവിടെ നമ്മളതറിഞ്ഞ് ഈ കർത്താവിൻ്റെ വഴിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ കർത്താവിൻ്റെ വഴിയിലാണെന്നുള്ളത് ഞാൻ ഉറപ്പിക്കണം. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിക്കണം. ഉറപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. മത്തായി 23:2-3 പറയുന്നത്, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. പരീശന്മാർ നിങ്ങളോട് പറയുന്നത് മുഴുവൻ നിങ്ങൾ പ്രമാണിച്ച് ചെയ്യുവിൻ, പക്ഷെ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത്. നമ്മൾ വചനം കേട്ടാൽ വചനം സത്യമായതുകൊണ്ട് അത് നമ്മൾ പ്രമാണിക്കണം. പക്ഷേ അവർ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ഇടയാകരുത്. പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ പറയുന്നവരാണോ ചെയ്യുന്നവരാണോ? നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നവരാണോ അതോ ചെയ്ത് പ്രവർത്തിക്കുന്നവരാണോ? പറയുന്നവരെ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, പ്രവൃത്തിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവ് എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ അനുസരിക്കുക. അത് നമുക്ക് പ്രയാസമുള്ളതാണെങ്കിലും, ചില കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ അല്പം പ്രയാസമാണ്. ആ പ്രയാസമുള്ളതാണെങ്കിലും നമ്മൾ അനുസരിക്കാനായിട്ട് തയ്യാറാകുക. അങ്ങനെ ആ ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല,
അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കണം, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. നിത്യത നമുക്ക് നഷ്ടപ്പെടരുത്. നിത്യത നഷ്ടപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. നിത്യത നമുക്ക് നഷ്ടമാകാനായിട്ട് ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളെ സമർപ്പിക്കുക. അത് പ്രയാസമുള്ളതായിരിക്കും, അല്പം വിഷമമുള്ളതായിരിക്കും. നിന്റെ ചെകിട്ടത്ത് അടിക്കുമ്പോൾ മറുവശവും കൂടെ കാണിച്ചു കൊടുക്കാൻ പറയുമ്പോൾ മറുവശം കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഇഷ്ടമില്ലായിരിക്കും, തിരിച്ചടിക്കാനാണ് ഇഷ്ടം. പക്ഷേ അവിടെ അല്ല, അവിടെ മറുവശം കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനായിട്ട് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ലോകത്തിൻ്റെ ഗതിയിലൂടെ മുന്നോട്ട് പോകാനല്ല. കർത്താവ് വചനം നമുക്ക് തന്നിരിക്കുന്നു, ആ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളെ സമർപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാനുണ്ട്. അവര് കർത്താവിനോട് കൂടെ പറുദീസയിൽ സന്തോഷം അനുഭവിക്കും. നമുക്ക് ആ സന്തോഷം അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളിലൂടെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നമുക്കെങ്ങനെ നയിപ്പാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന് ആവശ്യം എന്താണ് നാം ചെയ്യേണ്ടതെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയും നമ്മൾ വളരെ വിശദമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മൾ സോൻ പറഞ്ഞതുപോലെ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ വലിയൊരു വിഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കർത്താവ് ഒന്നും അതിനെ ഖണ്ഡിക്കുന്നതായിട്ട് കാണുന്നില്ല. അല്ല, അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് കാണുമ്പോഴാണ് കർത്താവ് പറഞ്ഞത് അത് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ടാലി ആകുന്നില്ല. നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ്. പറയുന്ന കാര്യങ്ങൾ നന്നായിരിക്കുന്നു, എന്നാൽ അതുപോലെ നിങ്ങളുടെ പ്രവൃത്തി ആയിത്തീരുന്നില്ല. അപ്പം എത്രമാത്രം ഇന്ന് നാമും ഒരു ക്രിസ്തീയതയുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ക്രിസ്തു അനുയായികളാണെന്ന് പറയുകയും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നാമും കപടഭക്തിക്കാർക്ക് തുല്യം തന്നെയാണ്. നമ്മെ ഓർപ്പിച്ചു മതഭക്തിയെക്കുറിച്ചും ആത്മീയ, അല്ലെങ്കിൽ റിലീജിയോസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, ആത്മീയതയെക്കുറിച്ചും മതഭക്തിയെക്കുറിച്ചും സൗരൻ നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. ഇവിടെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോൾ അതിനു മുമ്പ് തന്നെ സൗരൻ ഓർപ്പിച്ച ഒരു കാര്യം, 23-ാം അധ്യായത്തിൽ ഈ കപടഭക്തിക്കാരെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഈ പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച് പറയുന്നിടത്ത് നോക്കുക. 23-ാം അധ്യായത്തിൽ വളരെ അധികം സ്ഥലത്ത് ഒരൊറ്റ അധ്യായത്തിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ ഈ ഒരൊറ്റ വാക്കുപയോഗിച്ചാണ്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവർ. ഒക്കെ ഇന്ന് കർത്താവ് ഈ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരികയും ഇന്ന് നമ്മെ ഓരോരുത്തരെയും പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് വരികിൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? നാമും ഈ പരീശന്മാരും ശാസ്ത്രിമാരുടെയും ആ ലെവലിൽ തന്നെ നിൽക്കുന്നവരാണ്. നാം അതിൽ നിന്നും ഉയരത്തിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. ഇവിടെയും 23-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ എന്ന് തന്നെ വിളിച്ചുകൊണ്ടാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. നോക്കി, 13-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും. വീണ്ടും താഴേക്ക് വരുമ്പോൾ അതിൻ്റെ 23-ാം വാക്യം വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. നോക്ക്, ഒരു അധ്യായത്തിൽ തന്നെ വീണ്ടും അവരെ അഭിസംബോധന ചെയ്യുന്ന, അല്ല വേറെ ഒരു വാക്കും അവിടെ കർത്താവ് ഉപയോഗിക്കുന്നില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും. വീണ്ടും അവിടെ കൊണ്ട് നിർത്തുന്നില്ല. വീണ്ടും അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 25-ാം വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും അവരെ അഭിസംബോധന ചെയ്യുകയാണ് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായി. നോക്കി, 27-ാമത്തെ വാക്യത്തിൽ 29-ാമത്തെ വാക്യത്തിലൊക്കെയും ഇത് തന്നെയാണ് അഭിസംബോധന ചെയ്ത് പറഞ്ഞതിന് ശേഷം 33-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ പാമ്പുകളെ, സർപ്പസന്തതികളെ അവരെ അഭിസംബോധന ചെയ്യുകയാണ്. നോക്കുക, ഇത്രയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ ഒരു ലീനിയൻസിയും ഇല്ല, അവിടെ ഒരു കുറവും വരുത്തുന്നില്ല കർത്താവ്. അതിൽ നിന്ന് ആ സ്ട്രോങ് ആയിട്ടുള്ള ആ സംസാരത്തിൽ നിന്നും
അവരോട് പറയാണ്, പാമ്പുകളെ, സർപ്പസന്തതികളെ, അതിനുശേഷം നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും. അപ്പൊ നോക്ക, ഈ റിലീജിയോസിറ്റി ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ഈ ആത്മീയ മതഭക്തി അഭിനയിച്ച് അല്ലെങ്കിൽ മതഭക്തിയിൽ ജീവിച്ച് മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടർക്ക്, അല്ലെങ്കിൽ നാമും അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ നമുക്കും വെച്ചിരിക്കുന്ന എന്താണ്? നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും, ഒരിക്കൽ പോലും സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ അവരോട് പറയുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ നോക്കുക, നമുക്കെയും നമുക്കെയും രണ്ട് ലൈഫ് നമുക്കുണ്ടാകാം. അതായത് ഒരു ബോൺ അഗെയിൻ ആകുന്നതിന് മുൻപുള്ള ഒരു സമയവും അതിനുശേഷം അല്ലെങ്കിൽ കർത്താവിൽ നാം വീണ്ടും ജനിച്ചതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നാം ഈ ബോൺ അഗെയിൻ ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നാം 100% ഈ മതഭക്തിയിൽ ജീവിച്ചവർ തന്നെ, ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് റിലീജിയൻ ആയിക്കൊള്ളട്ടെ, ഏത് സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഏത് ക്രിസ്തീയ ഡിനോമിനേഷനിലായിക്കൊള്ളട്ടെ, 100% നാം മതഭക്തിയിൽ ജീവിക്കുന്നവർ തന്നെയായിരുന്നു. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. 100% മതഭക്തി. എന്താണ്? പുറമേ എല്ലാവരും ഞാനൊരു ഭക്തനാണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് എൻ്റെ താല്പര്യം. ആ പുറമേ മാത്രം മതി. അകമേ എൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോഴോ, എൻ്റെ ഭവനത്തിൽ ചിലപ്പോൾ കള്ളുകൂടി ഉണ്ടാകാം, എല്ലാം വേണ്ടാത്ത എല്ലാം കാണും, അല്ലെങ്കിൽ ഫിലിം ഇഷ്ടം പോലെ എനിക്ക് ഏത് ഫിലിമും എനിക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പുറമെ ഞാൻ ഇറങ്ങുമ്പോൾ ആ മതഭക്തിയുടെ വേഷത്തിൽ ഞാനൊരു ഭക്തനാണെന്നുള്ള ഒരു ധാരണയിൽ നാം 100% നടക്കുന്ന ഒരു വ്യക്തിത്വം നമുക്കുണ്ടാകാം. എന്നാലേ ആ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരികയും നാം ഈ കാര്യങ്ങളൊക്കെയും ശ്രമിച്ചതിന് ശേഷം ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കി കഴിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആ മതഭക്തി കുറഞ്ഞ് ഒരു ദിവസം കൊണ്ട് അങ്ങ് തീർന്നു പോവുകയല്ല. വീണ്ടും അത് അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ആ പാസ്റ്റ് ലൈഫ് അതവിടെ നിൽക്കുകയാണ്, നമ്മളെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട്, നമ്മളെ എപ്പോഴും അതിനെ മാടി വിളിച്ചുകൊണ്ട്, അതിൻ്റെ ആ സൗന്ദര്യം, അതിൻ്റെ ആ സൗരഭ്യമൊക്കെ അനുഭവിക്കാനായിട്ട് വീണ്ടും നമ്മളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പുറകെ നിൽക്കുകയാണ്. കാരണം എന്താ? അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയാണ്. എന്നാലേ ആ സ്പിരിച്വാലിറ്റി കടന്നു ഒരു ബോൺ അഗെയിൻ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ നാം ഈ 100% നിന്നും ഓരോ ദിവസവും നാം കുറഞ്ഞ് ആ മതഭക്തി കുറഞ്ഞ് ആ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു പോകുന്ന ഒരു പാതയിലേക്കാണ് നാം നടന്നു പോകുന്നത്. അങ്ങനെയാണ് നാം ഇന്നും നമ്മൾ ആയിട്ടില്ല. നാം ഓരോരുത്തരും ചിലപ്പോൾ 50% സ്പിരിച്വാലിറ്റിയിൽ, അല്ലെങ്കിൽ 60% സ്പിരിച്വാലിറ്റിയിൽ, അല്ലെങ്കിൽ 70, 80, 90 ഇങ്ങനെ ആ കർത്താവിൻ്റെ വരവോളം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോളം നാം ഇതിനായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയും സഹോദരനെ ഓർപ്പിച്ചു, മത്തായിയുടെ സുവിശേഷം 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ആരുമല്ല, എന്നോട് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ നോക്കുക, കർത്താവ് ഇവിടെ നമുക്ക് ഒരു വാഗ്ദത്ത ഭൂമി തരികയാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിനക്ക് സാധ്യമാകണമെന്ന് വരികില് നീ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നാഴിക 40 നടന്നാൽ പറ്റുകയില്ല. നീ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വിളി ആയിരിക്കട്ടെ. അത് നിന്റെ ഹൃദയത്തിലെ കർത്താവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വിളിക്ക് അതിന് അർത്ഥവും ദൈവം കർത്താവ് കൽപ്പിക്കുന്നുള്ളൂ. ഇന്ന് നമുക്കറിയാം, ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുള്ള വലിയൊരു സമൂഹം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിശ്ചിതമായതൊക്കെയും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് ധാരാളമായി ലഭ്യമാകും. നോക്കുക, എത്ര ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അനുവദനീയമല്ലാത്ത എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് അനുവദിച്ചു തന്നിരിക്കുന്നു. എത്ര എത്ര സൗന്ദര്യമുള്ള ഒരു വാക്കല്ലേ കേട്ട് അത് മറിമറന്ന് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന അനേകം സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് കഴിയും. നല്ല സത്യം എന്താണ്? ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് എത്ര പേർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? ഈ സ്പിരിച്വാലിറ്റിയിൽ ആത്മീയതയിലായിരിക്കുന്നെങ്കിൽ ആത്മീയന് മാത്രമേ അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മതഭക്തിയിലായിരിക്കുന്നവർക്ക് അത് ഒട്ടുമേ കഴിയില്ല. കാരണം എന്താണ്? അവർ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും വളരെ പ്രോംപ്റ്റായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. എന്നാലേ അകമയോ കടിച്ചു കയറുന്ന ചെന്നായ്ക്കൾ തന്നെ ആയിരിക്കും. നാം ഇത് തന്നെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്, ആത്മാവിൽ എങ്ങനെ നമുക്ക് ഈ മതഭക്തിയിൽ നിന്നും മോചനം പ്രാപിച്ച് ആത്മീയനായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് കടന്നു പോകാനായിട്ട് കഴിയും. നമ്മുടെ ഓൺ എഫേർട്ടിൽ, ഞാൻ എൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്താലും എനിക്ക് ഈ മതഭക്തിയിൽ നിന്നും ഉയരുവാനായിട്ട് കഴിയില്ല. അതിൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും, പൗലോസ് പറയും, നിങ്ങളെല്ലാം കൊടുത്താലും ദാനധർമ്മം ചെയ്താലും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാലും യാതൊരു വിധമായ അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഇവിടെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർ അവകാശമാക്കും. ആ സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
നോക്കാം. അപ്പോൾ ആത്മാവിന്റെ ഒരു ദാരിദ്ര്യാവസ്ഥയിലേക്ക് നമുക്ക് താഴുവാനായിട്ട് കഴിയും. അവിടെ താഴ്ചയല്ലത്, നാം മനസ്സിലാക്കുന്നു എനിക്ക് എൻ്റെ സ്വന്തം എഫേർട്ടില് അല്ലെങ്കിൽ എൻ്റെ ഈ ജഡത്തിലായിരിക്കുന്നിടത്തോളം കാലം, ഈ ജഡത്തിന്റെ ബലം എന്നിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥ അനുഭവിക്കാനായിട്ട് കഴിയില്ല. കാരണം എന്താണ്? ഞാൻ സമ്പന്നനാണ്, എനിക്ക് യാതൊരു മുട്ടില്ല എന്ന് ആ പരീക്ഷയിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ എല്ലാത്തിലും സമ്പന്നനാണ്, എനിക്ക് ഒന്നിനും ഒരു കുറവുമില്ല. ഇത് തന്നെയാണ് എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞ് മുൻപോട്ട് മതഭക്തിയിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയും. എന്നാലേ ആത്മാവിൻ്റെ ദാരിദ്ര്യാവസ്ഥയെ നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ, നിന്റെ ഈ വചനങ്ങൾ കേട്ടുകൊണ്ട് എനിക്കതിൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നാം കടന്നു വരുമ്പോൾ എങ്കിൽ മാത്രമേ ഈ വിശുദ്ധിയുടെ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിപ്പാനും ആത്മാവ് ഉള്ളവനായി, ആത്മാവ് നിറഞ്ഞവനായിട്ട് ഈ ജഡത്തെ മരിപ്പിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ടും കഴിയുകയുള്ളൂ. എവിടെയും കർത്താവ് ഏതെങ്കിലും ആരെങ്കിലും പണിഞ്ഞതിന്റെ മുൻപിൽ അതിന്റെ പുറത്ത് പണിയുന്ന ഒരു പ്രവൃത്തിയും കർത്താവ് ചെയ്യുകയില്ല. നാം ഓണായിട്ട് നമ്മുടെ ചില പ്രവൃത്തികൾ ചെയ്തതിന് ശേഷം നാം കർത്താവിനോട് പറയുകയാണ്, കർത്താവെ ഇനി നീ പണിഞ്ഞാട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, അതൊന്ന് ഇടിച്ച് കളഞ്ഞിട്ട് നീ ഇങ്ങോട്ട് കടന്നു വരിക. നീ കെട്ടിപ്പൊക്കിയതൊക്കെ ഇടിച്ച് കളഞ്ഞതിന് ശേഷം നീ കടന്നു വരിക. ഞാൻ ആദ്യം തൊട്ട് ഫൗണ്ടേഷൻ തൊട്ട് ഞാൻ പണിയാം, എങ്കിൽ മാത്രമേ അത് നിൽക്കുള്ളൂ. അതിന്റെ 7-ാം അധ്യായത്തിൽ അവസാനത്തിൽ കടന്നു വരുമ്പോൾ ഈ 2 ഭവനങ്ങളെ നമുക്ക് കാണുവാനുണ്ട്, മണൽമേലും അല്ലെങ്കിൽ പാറമേൽ അടിസ്ഥാനമായിട്ടുള്ള. ഈ പാറമേൽ അടിസ്ഥാനം ഇല്ലാതെ പണിയുന്ന എല്ലാ ഭവനങ്ങളും അല്പകാലം ഈ പറഞ്ഞ പോലെ ഈ റിലീജിയോസിറ്റിയിൽ മറ്റുള്ളവരുടെ കാഴ്ചയിൽ ഞാൻ നല്ലവനാണെന്ന് തോന്നും, മറ്റുള്ളവരുടെ കാഴ്ചയിൽ ഈ ഭവനം നന്നായിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയും. എന്നാലേ ആ ഭവനം പണിഞ്ഞവന് മാത്രമേ അറിയുള്ളൂ ഇതിന്റെ അടിസ്ഥാനം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഭവനങ്ങളെ, നമ്മളുടെ ഭവനത്തിന്റെ അടിസ്ഥാനം നാം തന്നെ പണിയുന്നു എന്ന് വരില്ല. ആ അടിസ്ഥാനം അത് പണിയുവാനായിട്ട് ആ കർത്താവിനെ ഏൽപ്പിക്കുന്നു എന്ന് വരില്ല. അവിടെയാണ് ആ പാറമേൽ അടിസ്ഥാനം ഇട്ട് ഭവനം പണിയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് അത് കഴിയില്ല. നമുക്കറിയാം, ആ സ്വന്തം എഫേർട്ടിൽ ഈ ഭൂമിയെ, ഈ ലോകത്തെ പിടിച്ചടക്കുവാനായിട്ട് പോയ അനേകരെ കുറിച്ച് വചനം പറയുന്നുണ്ട്. അവിടെ ഏറ്റവും നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ മുൻപോട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ ഏറ്റവും അധികമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും മോശ ഏകദേശം 40 വയസ്സുള്ളപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു താല്പര്യം തോന്നി. അവൻ ദൈവഭക്തൻ തന്നെയായിരുന്നു. എന്നാലേ സ്വന്തം എഫേർട്ടില് ഇസ്രായേൽ മക്കളെ ഒന്ന് വിടുവിപ്പാനായിട്ട് ഒരു ശ്രമം നടത്തി. എന്നാലേ ആ ശ്രമം വലിയ ദയനീയമായ പരാജയം തന്നെയായിരുന്നു. അവൻ ഒരു മിസ്രൈമിനെ ഒറ്റയടിക്ക് അവൻ കുഴിച്ച് അവനെ മറന്നു ചെയ്തു. വീണ്ടും പിറ്റേ ദിവസം ഇത് തന്നെ ചെയ്തപ്പോൾ അവർ തന്നെ പറയും, നീ ഇങ്ങനെ ഇസ്രായേൽ മക്കളെ, നീ ഇന്നലെ ചെയ്ത കാര്യം എനിക്കറിയാം, അത് ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇന്ന് ജയിലിലാകും. അവന് ഭയന്ന് ആ മിസ്രൈമിൽ നിന്നും ഒളിച്ചോടുന്നവനായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്താണ്? അവന്റെ സ്വന്തം എഫേർട്ടിൽ, ആ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ദൈവം അത് പരാജയത്തിലേക്ക് നടത്തിക്കൊണ്ട് പോയി. എന്നോട് പറഞ്ഞു, നീ 40 വർഷക്കാലം നീ മരുഭൂമിയിലേക്ക് ഓടിക്കൊള്ളുക. അവിടെ പോയിട്ട് അവൻ ഒന്നുമില്ലാത്തവനായി, അവന്റെ സ്വന്തം എഫേർട്ട് മുഴുവൻ നഷ്ടപ്പെട്ട് അവൻ 80 വയസ്സുള്ളവനായി തീർന്നു. 40 വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞു നടന്ന് ആടിനെ മാത്രം നോക്കി. അതിനുശേഷം കർത്താവ് വിളിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണ്? അയ്യോ, എനിക്കതിനുള്ള യാതൊരു വിധമായ കാര്യങ്ങളില്ല, ബലമില്ല. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തവനായ ഞാനൊരു വിക്കൻ മാത്രമാണ്, എന്നെ ഇതിന് തിരഞ്ഞെടുക്കരുത് എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഇപ്പോഴാണ് നിന്നെ എനിക്ക് ആവശ്യമുള്ളത്. കാരണം എന്താണ്? നിന്റെ സ്വന്തം ബലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇനി എന്റെ ബലം നിനക്ക് തരാം. നീ ആ ബലത്തില് ഇസ്രായേൽ മക്കളെ നീ അവിടുന്ന് വിടുവിപ്പാനായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കുക, നാം പഴയ നിയമത്തിലെ യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യാക്കോബ് വളരെയധികം സൂത്രശാലിയായ യാക്കോബ് എന്താ ചെയ്തത്? തന്റെ ജ്യേഷ്ഠനിൽ നിന്നൊക്കെയും ഉള്ളതൊക്കെയും അപഹരിച്ചുകൊണ്ട് അവന് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയി കഴിഞ്ഞതിന് ശേഷം അവിടെയും വിവാഹം ഒന്നല്ല 2 സഹോദരങ്ങളെയും വിവാഹം ചെയ്ത് അനേകം മക്കളുമായി അന്ന് ലാബാന്റെ ഉണ്ടായിരുന്ന ആ ഭവനത്തിൽ അവനേക്കാൾ കൂടുതൽ ആടുമാടുകളും മൃഗസമ്പത്തുമായി കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും ആ സമ്പന്നതയോടെ അവൻ തിരിച്ചു വരികയാണ്. എന്താണ് അവന്റെ സമ്പന്നത? അവന് ഭാര്യമാരും മക്കളും വലിയൊരു കൂട്ടം അവനെ ശുശ്രൂഷിപ്പാനും സ്വീകരിപ്പാനും ഒക്കെയുമായിട്ടുള്ള, അല്ലെങ്കിൽ അവന്റെ വേല ചെയ്യുവാനായിട്ടുള്ള അടിമക്കൂട്ടങ്ങളും അങ്ങനെ മൃഗസമ്പത്തോടെ അവൻ ജ്യേഷ്ഠന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവിടെ അവന്റെ താല്പര്യം എന്താണ്? അവൻ ജ്യേഷ്ഠനോടൊന്ന് സന്ധി ചെയ്യണം, ജ്യേഷ്ഠനുമായിട്ടൊരു കോംപ്രമൈസ് ആകണം. അവന് ഭയമുണ്ട്. കാരണം എന്താണ്? ജ്യേഷ്ഠനെ കബളിപ്പിച്ചുകൊണ്ട് കടന്നുപോയവനാണ്. അവൻ ചിലപ്പോൾ കൊന്നുകളയുവാനായിട്ട് ഇടയായിത്തീരും. എങ്ങനെ ആ മരണത്തിൽ നിന്നൊന്ന് വിടുതൽ പ്രാപിക്കാം? അങ്ങനെ അവന്റെ ആ ബുദ്ധിയിൽ ഉദ്ദേശിച്ച സൂത്രം, ആദ്യം ഒരു കൂട്ടത്തെ അവന്റെ സ്വന്തം അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട അവന്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും മാറ്റി നിർത്തിയത് വേറൊരു കൂട്ടത്തെ മുൻപോട്ട് നടത്തിക്കൊണ്ട് പോയി. ആദ്യം നീ ചെന്ന് നോക്കിക്കാട്ടെ അവന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കുക. എന്നാലേ അവിടെയും കർത്താവ് യഹോവയായ ദൈവം അവനെ വിട്ടില്ല. അവൻ ആ ബലത്തോടെ ആയിരുന്നപ്പോൾ യാഗോ കടലിൽ ആ തോടിന്റെ കരയില്
അവൻ്റെ ഏറ്റവും, ഇന്ന് സൗരങ്ങളൊക്കെയും ഇവിടെ അറിയാം, ഡോക്ടേഴ്സൊക്കെ നമ്മൾ ചുറ്റുമുണ്ടല്ലോ, ഏറ്റവും അതിബലവത്തായിട്ടുള്ള ആസ്തി അല്ലെങ്കിൽ ആ ടെൻഡൻ അവിടെ തന്നെ കർത്താവ് ഒന്ന് തൊട്ടു. അതോടെ അവൻ്റെ സകല ബലവും അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ അവൻ്റെ ആശ്രയം എന്താണ്? അവനൊരു വടിയിൽ ആശ്രയിപ്പാനായിട്ട് ഇടയായി തീർന്നു. നോക്കാം, സ്വന്തം ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് വന്ന യാക്കോബ് ഒരു വടിയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നതായിട്ട് ഇടയായിത്തീരുന്നു. യേശു കർത്താവ് വന്നതിന് ശേഷം നാം നോക്കുമ്പോൾ, പത്രോസിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ, പത്രോസും ഇതുപോലെ എടുത്തുചാട്ടക്കാരനായിരുന്നു. ഏത് കാര്യത്തിലും അപ്പോൾ തന്നെ പ്രതിവിധിയുണ്ട്, ഞാനത് പറയും, എനിക്ക് കാര്യങ്ങളൊക്കെയും വ്യക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് മുൻപോട്ട് പോകുന്ന കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ പത്രോസിനോടും യേശു കർത്താവ് പറയുന്നു, ശിമോനെ, നീ വളരെയധികം മിടുക്കനാണ്, എനിക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലേ അതല്ല ബലം. എന്നാലേ നീ അല്പസമയം കഴിയുമ്പോൾ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുവാൻ പോകുന്നു എന്നുള്ള ഒരു ധ്വനി മുൻപ് തന്നെ അവനോട് പറഞ്ഞു. നോക്കുക, നീ ബലവാൻ തന്നെയാണ്, നീ കാര്യങ്ങളൊക്കെയും ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലേ നീ അല്പസമയം കഴിയുമ്പോൾ മുമ്പ് നീ എന്നെ തള്ളിപ്പറയുവാനും പോവുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അവന് കൊടുത്തു. അവൻ ആ മുന്നറിയിപ്പ് ശ്രവിച്ചു. എന്നാലേ അത് ആ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായി നടന്നു കഴിഞ്ഞപ്പോൾ അവന് ബോധോദയമുണ്ടായി. കർത്താവേ, ഞാൻ ഇതുവരെയും കടന്നുപോയത് എൻ്റെ സ്വന്തം ബലത്തിലാണ്. അവനവിടെ നിരാശനായി പോയില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, കർത്താവ്, എൻ്റെ സ്വന്തം ബലം മുഴുവൻ ഞാൻ നിന്റെ മുൻപാകെ വയ്ക്കുന്നു, എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് കഴിയും. നമുക്ക് ഈ പൗലോസിനെ തന്നെ നോക്കാം. പൗലോസ് തന്റെ ജീവിതത്തിൽ അതിസമ്പന്നനായിരുന്നു, നമ്മെക്കാളൊക്കെയും വിദ്യാസമ്പന്നനായിരുന്നു, പ്രബലനായിരുന്നു, എല്ലാ കാര്യത്തിലും മുൻപനായിരുന്നു. എന്നാലേ അവൻ അന്ന് വരെയും അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവന് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് അവന് ഈ ക്രിസ്ത്യാനികളെ മുടിച്ചു കളയുവാനായിട്ട്, അല്ലെങ്കിൽ അവരെ കൊന്നു കളയുവാനായിട്ട് യഹൂദമതത്തിന്റെ അതീവ്രതയിൽ കടന്നു വന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ശിമോനെ പൗലോസാക്കി മാറ്റുവാനായിട്ട് കർത്താവിന് കഴിഞ്ഞു. കാരണം എന്താണ്? അവന്റെ സ്വന്തം ബലം മുഴുവനും കളയുവാനായിട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ അവനെ നിരാശനായിട്ട് വേറൊരുവൻ പിടിച്ചുകൊണ്ട് മാത്രം പോയെങ്കിൽ മാത്രമേ അവന് നടപ്പാൻ കഴിയുന്ന ആ അവസ്ഥയിലേക്ക് കടന്നു വന്നു. അവന് കണ്ണു കാണാൻ കഴിയാത്തവനായി തീർന്നു. കർത്താവിനെ കാണുവാനായിട്ട് അവൻ ഇടയായി തീർന്നു. അവിടെ മുതൽ അവൻ്റെ ജീവിതത്തിൽ ഒരു വ്യതിയാനമുണ്ടായി. അവിടെയാണ് ആ പറമേല് അടിസ്ഥാനം ഇടുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കും ഈ ദരിദ്രാവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ, കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നവരാണ്, ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഞങ്ങൾ ഗ്രഹിക്കുന്നവരാണ്, പലതും ഞങ്ങൾ വിട്ടുകളയുന്നവരാണ്. എന്നാൽ ഇതെൻ്റെ ജീവിതത്തിൽ അത് ജീവനായി തീരുവാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? വേറെ ഒരു മാർഗവുമില്ല. ആത്മാവില് ദാരിദ്ര്യാവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മെ ഇടയാക്കും. നമ്മൾ ഇന്ന് സഹോദരനെ ഓർപ്പിച്ചു, ആ ഒരു പരീക്ഷനും ഒരു സാധുവായിട്ടുള്ള ഒരു 2 പേര് പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പിൽ കടന്നു പോകുമ്പോൾ പരീക്ഷൻ നിന്നുകൊണ്ട് തന്നെത്താൻ പറയാണ്, ഞാൻ ഈ കാര്യങ്ങളിലൊക്കെയും അഗ്രഗണ്യൻ തന്നെയാണ്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഏറ്റുപറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്കൊരു പാപമോചനത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജഡത്തിൽ ഞാൻ വ്യക്തതയോടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. നല്ല ദൂരത്ത് മാറി നിന്നിട്ട് അസാധുവായ മനുഷ്യൻ പറഞ്ഞു, കർത്താവ്, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പാപത്തിൽ ഒഴിഞ്ഞവനായിട്ട് അവൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആത്മീയ ജീവിതത്തിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അളന്ന് മാത്രമേ മുൻപോട്ട് നയിക്കുകയുള്ളൂ. ഈ ഭൂമിയിലെ ഒരു സ്വർഗരാജ്യത്തിന്റെ അവകാശത്തിൽ ആ സ്ഥിതിയിൽ ജീവിപ്പാനായിട്ട്, ആ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലായിത്തീരുവാനായിട്ടാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉയരത്തിൽ ചെല്ലുമ്പോൾ കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ അല്ല നമ്മളൊരു സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നത്. ഈ ഭൂമിയിൽ തന്നെ ഈ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ ഓരോ കുടുംബങ്ങളും ജീവിക്കണം, ഓരോ വ്യക്തികളും ജീവിക്കണം, ഓരോ സഹോദരിമാരും അങ്ങനെ ജീവിക്കണം. നാം മറ്റുള്ളവർക്ക് വെളിച്ചമായി നിൽപ്പാനായിട്ടാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓർപ്പിച്ചതുപോലെ നാം പലപ്പോഴും പല കൂട്ടങ്ങൾ ചെന്നിരിക്കുന്നവരാണ്. എന്നാൽ ആ കൂട്ടങ്ങളൊക്കെയും നമ്മെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നവരാണോ, അതോ നാം അറിഞ്ഞ സത്യത്തിൽ അവരെ ആ സത്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നവരാണോ എന്ന് നമ്മോട് തന്നെ ശ്രദ്ധയോടെ ചോദിക്കേണ്ടത്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വ്യക്തിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. ഏകദേശം 85 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിന്റെ വലിയ ഒരു പോസ്റ്റിൽ റിട്ടയർ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വളരെ സത്യസന്ധനാണ്, എല്ലാ കാര്യങ്ങളുമാണ്, ദാനധർമ്മങ്ങളൊക്കെയും ഉണ്ട്, എല്ലാ കാര്യങ്ങളും വ്യക്തതയാണ്. എന്നാലേ അദ്ദേഹം ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല.
അത് എന്നോട് തുറന്നു തന്നെ പറഞ്ഞു, ദൈവമില്ല, അങ്ങനെ ഒരു വ്യക്തിയില്ല, ഞാനത് വിശ്വസിക്കുന്നില്ല, ഞാൻ ഈ ബൈബിളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, എന്നാൽ എനിക്കതിൽ നിന്ന് ഒന്നും ലഭ്യമായിട്ടില്ല. സഹോദരൻ നോക്കുക, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദാനധർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒരു വ്യക്തിയും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നില്ല. അവൻ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാണാതെ വിശ്വസിച്ചവർ. ഞാൻ കുറച്ച് സമയം അദ്ദേഹമായിട്ട്, വേറെ ആരുമല്ല, എൻ്റെ ഒരു മാവൻ തന്നെയാണ്, എൻ്റെ അപ്പൻ്റെ സഹോദരിയുടെ ഭർത്താവ് തന്നെയാണ്. അദ്ദേഹവുമായിട്ട് കുറച്ച് സമയം സംസാരിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ വളരെ കർശനമായിട്ട് തന്നെ വ്യക്തതയോടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, നീ എന്നെ ആരായിട്ടാണ് ചിത്രീകരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ സ്വന്തമായിട്ട് പറയുന്നൊരു കാര്യമല്ല, എന്നാലേ വചനം പറയുന്നത് യു ആർ എ ഫൂൾ. വ്യക്തമായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം സ്റ്റണ്ടായി. അനന്തരനായിട്ട് ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് എൻ്റെ മുമ്പിൽ എന്നെ ഇങ്ങനെ പറയുക. ഞാൻ പറഞ്ഞു, ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല, എന്നാൽ ഞാൻ ഈ വചനം അനുസരിച്ച് ഞാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ യു ആർ എ ഫൂൾ, നീ ഒരു മടയൻ തന്നെയാണ്, മന്ദബുദ്ധിയുള്ളവരാണെന്ന് സങ്കീർത്തനക്കാരൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദൈവമില്ലാത്തവൻ, അവരെ എന്താ മൂഢനെന്ന് തന്നെയാണ് കർത്താവ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നിങ്ങളൊന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. സോദരങ്ങളെ, അവിടെയും കൊണ്ടും ഞാൻ ചിലപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാമായിരിക്കും. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൽ അല്പസമയം ഈ ദാനധർമ്മവും ചെയ്ത് വലിയ ഭക്തിയിൽ അങ്ങനെയല്ല ജീവിതം. ദൈവമുണ്ടെന്നുള്ളത് നാളെ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ മാത്രമേ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവുകയുള്ളൂ. അല്ല എന്നൊരിൽ ആ ദൈവം ആർക്കും കടക്കാരനാകുകയില്ല. എന്നാൽ ഈ സത്യം നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് കടന്നു പോയിട്ടുള്ള ഒരു ഭവനം അല്ല, വർഷങ്ങളായിട്ട്. എന്നാൽ അവിടെ ചെല്ലുവാനും ഈ കാര്യങ്ങളൊക്കെയും പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെയും ആ ദൈവം അവിടെയും പ്രവർത്തിക്കാനായിട്ട് നമുക്കവിടെ ഒരു പ്രവൃത്തിയുമില്ല. നാം അറിഞ്ഞ സത്യത്തെ നാം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇവിടെയും നാം സങ്കീർത്തന പുസ്തകം 34-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നോക്കുക, അപ്പോൾ ഒരു ഹൃദയ നുറുക്കമില്ലാതെ നമുക്ക് ഈ ആത്മാവിനെ നേടുവാൻ കഴിയില്ല. എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു നുറുക്കം ഉണ്ടാകുന്ന എപ്പോഴാണ്? അയ്യോ, ഞാൻ അപ്പോസ്തലൻ പൗലോസ് പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ സഹോദരൻ അതൊന്ന് ഓർപ്പിച്ച് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ. സോറി, ഒരു മിനിറ്റ്. അതെ, അത് തന്നെയാണ്. 7:24. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇത് ആ അധ്യായത്തിന്റെ കൺക്ലൂഷനിലേക്കാണ് അപ്പോസ്തലൻ പൗലോസ് അത് പറഞ്ഞു വരുന്നത്. എന്നാലേ അതിന്റെ 18-ാമത്തെ വാക്യം തൊട്ട് വരുന്ന പോലെ, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. വീണ്ടും താഴേക്ക്, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങൾ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണമാണെന്ന് പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതിനുശേഷമാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കുമെന്ന് പൗലോസ് ചോദിക്കുകയാണ്. നോക്കുക, അത്രമാത്രം ആ വികാരത്തോടെ അല്ലെങ്കിൽ ആ ബോധ്യത്തോടെ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, എനിക്കിത് ചെയ്യുവാനുള്ള താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ ജഡത്തിൻ്റെ ഈ പാപം മുഴുവൻ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. അവിടെയാണ് നാം യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന 5:3 പറയുന്നത് പോലെ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമുക്ക് 8-ാം അധ്യായത്തിൽ വീണ്ടും റോമർ 8-ലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 8-9 വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നമുക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവൻ മാത്രമേ ക്രിസ്തുവിന്റെ ആത്മാവിൽ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. ഈ ലോകത്തിൽ വേറെ ആത്മാക്കൾ ഒത്തിരി ആത്മാക്കൾ ഉണ്ടാകും, എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. നോക്ക, ഈ ഒരു ജീവനിലേക്ക് കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയും, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതിന്റെ അടുത്ത വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. അതിന്റെ 13-ാം, ആകയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നോക്കുക, ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് നാം ഈ ജഡത്തിൽ ജീവിക്കുന്നു, സത്യം തന്നെയാണ്. എന്നാൽ നാം ഈ ജഡത്തിനല്ല കടക്കാരാകുന്നത് ഈ ആത്മാവിനാൽ. അതിന്റെ അടുത്ത വചനം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇന്നും ഈ പകൽക്കാലവും നമ്മെ കേൾപ്പിക്കുന്നത് എന്താണ്? ഈ ആത്മാവിന്റെ പ്രവർത്തികളാൽ നാം ജീവനോടെ ആയിരിക്കാൻ ദൈവത്തിന് ഹിതകരമായ പ്രവർത്തി ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം ഉത്സാഹിപ്പിക്കണം. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളും തന്നെ. അതിന്റെ 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക്. ഈ കാലത്തിലെ ഈ ലോകത്തിൽ കഷ്ടമില്ല എന്നല്ല, ഈ ലോകത്തിലെ ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ തൊക്കോണം കർത്താവ് അവിടെ ഉറപ്പിക്കുകയാണ്. അവൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നൊരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളട്ടെ. അവന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മെയും ഈ വിശപ്പോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നന്മകളാൽ നിറച്ച് സമ്പന്നനായിരിക്കുന്നവനാരെങ്കിലും ഉണ്ടെന്നില്ല അവനോട് പറയാം, നീ കൈ വന്നതുപോലെ നിന്ന് മടങ്ങിപ്പോവുക. സമ്പന്നരെ വെറുതെ അയക്കുകയും വിശന്നിരിക്കുന്നവരെ ആ സമ്പന്നതയിലേക്ക് നന്മകളാൽ നിറച്ച് മുൻപോട്ട് നടത്തുവാനും കഴിയുന്ന ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവ് ഞാനും എന്നെ തന്നെ താഴെ സമർപ്പിക്കുന്ന കർത്താവെ, എൻ്റെ അനുഭവമല്ല, അല്ലെങ്കിൽ മറ്റു കേൾവിയല്ല, അതെൻ്റെ ജീവിതത്തിൽ ജീവനായി തീരുവാനായിട്ട് കർത്താവെ സഹായിക്കണം. സഹോദരൻ ഓർപ്പിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു. ആ അത്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ അത്തിയില നമുക്കറിയാം, അത്തിയില തുന്നിക്കൊണ്ട് ആദ്യം തന്നെ മനുഷ്യൻ സ്വന്തം എഫേർട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അവിടെയും ചില ചിന്തകന്മാർ ഇങ്ങനെ പറയുകയുണ്ടായി, എന്തുകൊണ്ട് കർത്താവിനെ അറിഞ്ഞുകൂടായിരുന്നു? അത് താഴേക്ക് അത് വായിക്കുന്നുണ്ടല്ലോ, അത്തിയുടെ ഫലത്തിന്റെ കാലം ആയിരുന്നില്ല. പിന്നെന്തിനാണ് കർത്താവ് അസമയത്ത് വന്നിട്ട് ഈ അത്തിയിൽ ഫലം അന്വേഷിച്ച് വന്നത് എന്തിനാണെന്ന് അവിടെ ചോദിക്കുകയുണ്ടായി. എന്നാലേ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഒരു ചിന്തകൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ആ ആത്മാവിൽ ജീവിക്കുന്നവർക്ക് കാലഭേദമില്ല. ആത്മാവിൽ ജീവിക്കുന്നവർക്ക് ഒരു സീസൺ ഇല്ല. അവൻ എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടവൻ തന്നെയാണ്. നമ്മെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നാം ഏതെങ്കിലും സീസണിൽ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച രാവിലെ വരുമ്പോൾ ഒരു 3 മണിക്കൂർ മാത്രമല്ല എൻ്റെ ആത്മീയത. എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന മണ്ഡലത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികമായ കാര്യങ്ങൾ പറയുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ചെയ്യുമ്പോൾ, ഇതൊക്കെയും എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ഫലം പുറപ്പെടുവിക്കുന്നവർ തന്നെ ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കർത്താവ് അതിനായിട്ട് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആത്മാവിൻ്റെ ബലത്തിൽ നമ്മായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉത്സവമായി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതായിരുന്നു എന്ന് പറയുന്നു. നമ്മളത് കേട്ട പോലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നവൻ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് കർത്താവ് അസന്നിഗ്ധമായിട്ട് പറയുന്നു. ഞാൻ വിചാരിക്കാറും നമ്മൾ ഈ ഭൂമിയിലെ അല്പകാലത്തെ ഒരു ചെറിയ സമയത്തിന് വേണ്ടിയല്ല നമ്മളാരും ഇവിടെ വന്ന് രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം. നമുക്ക് നിത്യതയിൽ നമ്മളെവിടെ എങ്ങനെ ചെലവഴിക്കുമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ചില ചോയ്സുകളാണ്, ചില തീരുമാനങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവ് ഈ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവൻ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുകയുള്ളൂ എന്ന്. അപ്പം ഇതിന് അഗൈൻസ്റ്റായിട്ട് ഇതിന് വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, പിതാവിൻ്റെ ഇഷ്ടത്തിന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മുടെ സ്കിൻ, നമ്മുടെ ജഡം എന്ന് പറയുന്ന, നമുക്ക് ഏറ്റവും അടുത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തു, അവിടോട്ടാണ് നമ്മുടെ
ചായ്മാനം കൂടുതൽ, അവിടോട്ടാണ് നമ്മുടെ വലി കൂടുതലും. ഇതിന് അഗനിസ്റ്റാണ്. ഇതിനെ നമ്മുടെ ഈ താഴോട്ടുള്ള വലിയെ നമുക്ക് കടന്നു പോകാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേളിലുള്ള കാര്യങ്ങളിലേക്ക് ആയാനായിട്ട് കഴിയത്തുള്ളൂ. ഈ പുള്ളിനങ്ങനെ ഈ വലിക്ക്, ഈ താഴോട്ടുള്ള വലിയയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ ദൈവേഷ്ടം ചെയ്യുന്നവരാക്കുക എന്നുള്ള ഒരു വലിയ അത്ഭുതകരമായ പ്രവൃത്തിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും, എൻ്റെയും ജീവിതത്തിൽ ദൈവം ഓരോ ദിവസവും ചെയ്യാനായിട്ട് നമ്മളോട് പറയുന്നതും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും. എന്നാൽ അതിനായിട്ട് നമുക്ക് ആ നിലയിലുള്ള നമ്മൾ തുടർമാനമായിട്ട് CSC സംഭവങ്ങൾ കേൾക്കുന്നത് പോലെ, കർത്താവെ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കർത്താവെ എനിക്ക് അങ്ങേ പ്രസാദിപ്പിക്കുന്നവനാകണം. അവിടുത്തെ എൻ്റെ ഇഷ്ടം ചെയ്ത് അവസാനം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഒരാൾ പറഞ്ഞ പോലെ നരകത്തിലേക്ക് ഓടി ഒളിക്കുന്നവനായിട്ടല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം ചെയ്ത് അവിടുത്തോട് ചേർന്ന് ജീവിക്കുന്നവനായിട്ട് ഞാൻ തീരേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ നമ്മുടെ ഇതുപോലെ ഈ പുള്ളിന് അഗനിസ്റ്റ്, ഈ നമ്മുടെ ജഡത്തിൻ്റെ ഈ അനേകം വലിക്ക് അഗനിസ്റ്റ്, വലിക്ക് വിരോധമായി നമുക്ക് ഏത് സമയത്തും ഒരു കുഞ്ഞിനെ പോലെ കർത്താവെ എന്നെ നടത്തണമേ, ഈ ഒരു വലിയിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ കർത്താവിന് നമ്മളെ നടത്താനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ കേട്ട പോലെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതവും ഒക്കെ പല സമയങ്ങളിലും ഉന്നതമായ വചനം സംസാരിക്കുന്ന CSC സഭയെ പോലെ സഭയിലായിരിക്കുന്ന സമയത്തും നമ്മുടെ കേന്ദ്രബിന്ദു, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു പലപ്പോഴും നമ്മൾ അന്വേഷിക്കുമ്പം നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാകും. പക്ഷെ അതിനെ വേണ്ട നിലയിൽ അംഗീകരിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയത്തില്ല. കാര്യം നമ്മൾ കേൾക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട്. എന്നാൽ വാസ്തവത്തിൽ നമുക്കറിയാം, നമ്മുടെ ഇഷ്ടത്തിന് അഗനിസ്റ്റാണ് ആയിട്ടൊരു കാര്യം വരുമ്പോഴാണ് അവിടെ ആരാണ് ദൈവം, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന കാര്യം മനസ്സിലാവുന്നത്. എന്നാൽ ഇത് പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടുള്ള പോലെ ഇത് തുടർമാനമായിട്ടുള്ള ഒരു ഓൺഗോയിങ് ഫൈറ്റാണ്. തുടർമാനമായിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൽ നമുക്ക് വീഴ്ച സംഭവിക്കുന്ന അനേകം കാര്യങ്ങളുണ്ടെങ്കിലും ദൈവം ഞാൻ കഴിഞ്ഞ രാത്രിയിലും ഈ ആ ഒരു കാര്യം അനുഭവിക്കാറുണ്ട്. ദൈവം നമ്മളോട് എത്ര കമ്പാഷനേറ്റ് ആയിട്ട്, ദൈവം എത്ര സ്നേഹവാനായിട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ രാവിലെ സമയം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. ആ ഒരു ദൈവത്തിൽ പ്രത്യാശ വെച്ച കർത്താവെ, ഞാൻ ഈ കാര്യത്തിൽ എത്ര കഴിവില്ലാത്തവനായിരുന്നാലും എന്നെ കഴിവുള്ളവനാക്കി ഈ ഒരു കാര്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് ആക്കി കഴിയുന്നുള്ള വലിയ പ്രത്യാശയോടെ എൻ്റെ ക്രിസ്ത്യ ജീവിതം തുടരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ സഹായിക്കും. ദൈവങ്ങളെ പ്രസംഗിച്ച് ഞാൻ പറയുന്നു. ഇന്ന് കേട്ടത് മത്തായി 7:21. നമ്മുടെ ലോകത്തിന് അനുരൂപമാകാമെന്നാണ് പറയുന്നത്. നമ്മുടെ ലോകത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം ചെയ്യാതെ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഈ വാക്യത്തിൽ പറയുന്ന നമ്മൾ ലോകത്തിൽ നമ്മൾ യേശുവിനെ കർത്താവെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ യേശുവിൻ്റെ ഇഷ്ടം ചെയ്താൽ മാത്രമേ നമ്മൾ യേശുവിൻ്റെ പുത്രന്മാരാകത്തുള്ളൂ, സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു വാക്യം കിട്ടിയായിരുന്നു. ഒരു 1 യോഹന്നാൻ 3:6 അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്തിരിക്കും, നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ല. ഇപ്പം പാപം ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾ ഒരു നാളും യേശുവിനെ അറിയുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ യേശുവിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പബ്ലിക്കിന് മുമ്പിൽ നമ്മൾ ഒരു വലിയ ആളാണെന്ന് കാണിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് മനസ്സിലായി. എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളൊരു 10 പേര് അറിയണമെന്നൊരു ഇതുണ്ടായിരുന്നു. കുറച്ചായിട്ടൊന്ന് മാറുന്നുണ്ട്. നമ്മളിപ്പം മറ്റേ പരീക്ഷന്മാർ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തെന്ന് പറയാതെ നമ്മൾ തന്നെ മറ്റേ ഒരു ആളില്ല, മറ്റേ എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് ആവണമെന്നാണ് ഒരു പ്രാർത്ഥിക്കാൻ അറിയാത്തൊരാൾ ഇല്ലായിരുന്നു. ആ ചുങ്കക്കായ പുള്ളിക്കാരനെ കൂട്ട് നമുക്കൊന്നും അറിയാത്തവരായിട്ടിരിക്കാൻ നമ്മൾ
നമ്മൾ ഈ ലോകത്തിരിക്കാൻ നമുക്ക് ഈ ലോകത്തിന് മുമ്പിൽ നമുക്ക് ഒന്നും അറിയാത്തവരായിരിക്കാം നമ്മൾ പറയുന്നത്. സോ